നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എല്ലാവർക്കും. എന്തായാലും കേരള സർവകലാശാലയിൽ കുറേ നാളായി ഭരണസ്തംഭനാവസ്ഥയാണ്. ഇക്കാര്യമൊക്കെ അറിയിക്കുന്നതിനായി VC മോഹനൻ കുന്നുമൽ ഇന്ന് ഗവർണറെ കണ്ടേക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ സർവകലാശാലയിലേക്ക് എത്തിയാൽ അവിടേക്ക് അടുപ്പിക്കില്ല എന്ന് തന്നെയാണ് SFI അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും പറയുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? അതാണ് ചോദ്യം. എന്തായാലും വാർത്തകൾ ഇന്ന് നിരവധിയുണ്ട്. വാർത്തകൾ ഓരോന്നായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനമെന്ന് അറിയിക്കാൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഇന്ന് ഗവർണറെ കണ്ടേക്കും. VC സർവകലാശാലയിലെത്തിയാൽ തടയാൻ ഉറച്ച SFI. കീം പ്രവേശന നടപടികളിൽ പ്രതിഷേധിച്ച് മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്ക് ഇന്ന് KSU മാർച്ച്. യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്ര ഇടപെടൽ തേടിയുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനുമായി സംസാരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അടിയന്തര ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കത്തയച്ചു. 6 ജില്ലകളിൽ നിപ ജാഗ്രത. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശം. നിപ മരണമുണ്ടായ പാലക്കാട് കുമരംപുത്തൂരിൽ കർശന നിയന്ത്രണം. നിപ ലക്ഷണങ്ങളുള്ളവർ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ്. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മേപ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് 4 ഇരട്ടി വരെ വിലയ്ക്ക്. നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമി വാങ്ങിയത് ലീഗ് ജില്ലാ ഘടകം അറിയാതെ. ഇടപാടിനു പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത നേതാവിന്റെ ബന്ധു എന്ന ആരോപണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയുൾപ്പെടെ ആക്സിയം 4 ദൗത്യ സംഘാംഗങ്ങൾ ഇന്ന് മടങ്ങും. നാളെ വൈകുന്നേരം 3 മണിക്ക് ഭൂമിയിൽ തിരിച്ചെത്തും. പേടകം ഇറങ്ങുക കാലിഫോർണിയയ്ക്കടുത്ത് ശാന്തസമുദ്രത്തിൽ. Chelsea, the FIFA Club World Cup champions. ഫിഫ ക്ലബ് ലോകകപ്പ് ചാമ്പ്യന്മാരായി ചെൽസി. ഫൈനലിൽ PSG-യെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. കോൾ പാമറിന് ഇരട്ട ഗോൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 6 വിക്കറ്റും 1 ദിനവും ശേഷിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 135 റൺസ്. കേരള സർവകലാശാല വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാരണം നമുക്കറിയാം അവിടെ വലിയൊരു ഭരണസ്തംഭനം അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം അറിയിക്കാൻ ഡോക്ടർ VC മോഹനൻ കുന്നുമൽ ഇന്ന് ഗവർണറെ കണ്ടേക്കും. 2 ആഴ്ചക്കാലമായി സർവകലാശാലയിലെത്താൻ VCക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് നടപടി. മോഹനൻ കുന്നുമൽ സർവകലാശാലയിലെത്തിയാൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ തിരുവനന്തപുരത്ത് ചേരുകയാണ്. ദേവിക, എന്തായാലും ഭരണസ്തംഭനമാണ് നമുക്കറിയാം. ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താനാകാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കുകയാണ്. ഇക്കാര്യമൊക്കെ അറിയിക്കാൻ ഇന്ന് VC ഗവർണറെ കാണുമെന്നാണ് അറിയുന്നത്. എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ രജിസ്ട്രാർ VC പോര് കനത്തതോടെ ഒരു ഭരണസ്തംഭന അവസ്ഥയിലാണ് കേരള സർവകലാശാല ഉള്ളത്. അതിലൂടെയാണ് കേരള സർവകലാശാല കടന്നു പോകുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരമാകേണ്ടത് വിദ്യാർത്ഥികളുടെ കൂടി ആവശ്യമാണ്. 2 ആഴ്ചയോളമായി ഇത്തരത്തിൽ തനിക്ക് സർവകലാശാലയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് മോഹൻ കുന്നുമേൽ ഇന്ന് ഗവർണറെ കാണാൻ ഇരിക്കുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ ഈ ഭരണസ്തംഭനാവസ്ഥ തന്നെയായിരിക്കും ചർച്ചയാവുക. ഇന്ന് ഇത്തരത്തിൽ മോഹൻ കുന്നുമേൽ എത്തുകയാണെങ്കിൽ, സർവകലാശാലയിൽ എത്തുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. SFI ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് ഇത്തരത്തിൽ RSSനെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തും. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. E-ഫയൽ സംവിധാനം സാങ്കേതിക സർവകലാശാലയ്ക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഈ VC ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിയെ E-ഫയലുകളുടെ ഒരു ആക്സസ് തനിക്ക് മാത്രമായി നൽകണമെന്ന് പറഞ്ഞ് സമീപിച്ചിരുന്നു. അത് സ്വകാര്യ കമ്പനി തള്ളിയതോടെയാണ് ഇത്തരത്തിൽ പുതിയൊരു ആവശ്യവുമായി ഗവർണർക്ക് VC കത്ത് നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഫയലുകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ ഈ VCയെ സമീപിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അനുമതി ഈ VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ആ ഒരു അവസ്ഥ തുടർന്ന് പോവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സിൻഡിക്കേറ്റിന്റെയും തീരുമാനം. ശ്രീജ.
ദേവിക, അതുപോലെ ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ KSU ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ടല്ലോ കെയിം വിഷയത്തിൽ. മന്ത്രി ബിന്ദുവിന്റെ വസതിയിലേക്കാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ഒന്ന്. ഈ കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് മുതൽ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം കഴിഞ്ഞ 1-ാം തീയതി ഇത്തരത്തിൽ മാർക്ക് ഏകീകരണത്തിൽ പുതുക്കിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്ന രീതിയിലായിരുന്നു പുതിയ ഫോർമുല. അതിൻ്റെ ഒരു പ്രതിഫലനം ആ റാങ്ക് പട്ടികയിലും കാണാനുണ്ടായിരുന്നു. ആദ്യ 100 റാങ്കിൽ 43 പേർ ഇത്തരത്തിൽ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം അത് ഹൈക്കോടതി തള്ളിയതോടെ ഇത്തരത്തിൽ വീണ്ടും ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നു. മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമാണ് വീണ്ടും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അപ്പോൾ ഈ ആദ്യ 100 പേരിൽ 23 പേർ മാത്രമാണ് കേരള സിലബസിൽ നിന്നും ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത്. 1-ാം റാങ്ക് ഉൾപ്പെടെ മാറി. അങ്ങനെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ കേരള സിലബസ് പഠിച്ച കുട്ടികൾ നേരിട്ടത്. കാരണം അവർ ആഗ്രഹിച്ച കോഴ്സുകൾ കിട്ടാത്ത അവസ്ഥ, അവർ ആഗ്രഹിച്ച കോളേജുകളിൽ പ്രവേശനം ലഭിക്കാത്ത അവസ്ഥ. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ സർക്കാർ ഈ പ്രവേശന നടപടികൾക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ACPTE ഇത്തരത്തിൽ സമീപിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് KSU പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുന്നത്. ഈ കീം പ്രവേശന പരീക്ഷാ വിഷയത്തിൽ ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് സർക്കാരിൻ്റെ ഈ നിലപാടുകളാണ്, അല്ലെങ്കിൽ ഫോർമുല മാറ്റമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ബിന്ദുവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് KSU മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശ്രീജ, കീം പ്രതിസന്ധിയിലും പ്രതിഷേധം ശക്തമാക്കുകയാണ്. KSU ഇന്ന് മന്ത്രി ബിന്ദുവിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് തന്നെയാണ് ദേവിക ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ ഇന്ന് ഭരണ പ്രതിസന്ധി അറിയിക്കാൻ ഗവർണറെയും കണ്ടേക്കും. വിവരങ്ങളും ഒപ്പം ചേരുകയാണ് ദേവിക ചന്ദ്രൻ. എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിനായി അവസാനവട്ട ശ്രമത്തിൽ തന്നെയാണ് എല്ലാവരും. യമനിൽ വധശിക്ഷ വിധിച്ച പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്രം ഇടപെടണം എന്നാവശ്യപ്പെടുന്ന ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി സുപ്രീം കോടതിയെ അറിയിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ 16 നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന് എന്തെങ്കിലും നിർദ്ദേശം നൽകുമോ എന്നാണ് അറിയാനുള്ളത്. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിക്കുന്നത്. ഈ മാസം 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിൽ പല ഇടപെടലുകളും നടക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. യമനിലെ പ്രമുഖ മതപണ്ഡിതൻ വഴി യമൻ ഭരണാധികാരികളുമായി അദ്ദേഹം സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും കാന്തപുരം സംസാരിച്ചതായാണ് റിപ്പോർട്ട്. നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും ഈ വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനും കത്തയച്ചിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിപ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ നിപ മരണം ഉണ്ടായതിനു പിന്നാലെയാണ് 6 ജില്ലകളിൽ ഇപ്പോൾ ആശുപത്രികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം. ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, ഈ പറഞ്ഞതുപോലെ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെ മുന്നറിയിപ്പൊക്കെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്? ശ്രീജ, 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിൽ പനി ബാധിച്ച് മരിച്ച ആളുടെ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. അതായത് ആശുപത്രി അധികൃതർ ഈ ഒരു പനിയും അതുപോലെ തന്നെ നിപ ലക്ഷണങ്ങളോട് കൂടി പ്രവേശിപ്പിച്ച ആളുടെ പരിശോധനാ ഫലം വന്നു. അതിനുശേഷമാണ് നിപ സ്ഥിരീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായും നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി, അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരം എന്നിവ രോഗികൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമാണ് എല്ലാ ആശുപത്രികളിലേക്കും ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിച്ച് നടക്കണം. അതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം. അതുപോലെ തന്നെ
ആശുപത്രിയിൽ സന്ദർശിക്കുന്നത് ഒഴിവാക്കി ആവശ്യ കാര്യങ്ങൾക്ക്, അതായത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പനിയോ മറ്റു ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രം ആശുപത്രി സന്ദർശിക്കുക. അതുപോലെ തന്നെ ഒരു രോഗിയോടൊപ്പം ഒരു ബന്ധു നിൽക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ച ഭാഗത്തും, അതായത് ഈ നിപ്പ ബാധിച്ച് മരിച്ച സ്വദേശിയുടെ ആ ഒരു ഭാഗത്തടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഒരു നിപ്പ ബാധിതരുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ ജില്ലകളിലെല്ലാം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മക്കരപ്പറമ്പ് സ്വദേശി നിപ്പ ബാധിതനായി മരിച്ചത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലെല്ലാം ജില്ലാ ഭരണകൂടങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. ഇപ്പോൾ 6 ജില്ലകളിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രീജ. ശരി ലക്ഷ്മിപ്രിയ, എന്തായാലും ഈ പറഞ്ഞതുപോലെ പേടിയല്ല, ജാഗ്രതയും കരുതലും ഒക്കെയാണ് വേണ്ടത്. കാരണം ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് പോലെ നിപ ലക്ഷണങ്ങളോടുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ്. ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. തമിഴ്നാട് ഗവർണർക്കെതിരായ ഹർജി കേരളത്തിനും ബാധകമാണെന്നും അതിനാൽ ഹർജി പിൻവലിക്കുകയാണെന്നും കേരളം നേരത്തെ കോടതി അറിയിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ എതിർത്തിട്ടുണ്ട്. ഇന്നും സമാനമായ നിലപാടാകും കേരളം കോടതിയിൽ സ്വീകരിക്കുക. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് ബില്ലുകളിൽ തീരുമാനം വൈകിയതിനെ തുടർന്നാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. രാഷ്ട്രപതിയെയും ഗവർണറെയും കക്ഷിയാക്കിയുള്ള മറ്റൊരു ഹർജിയും സുപ്രീം കോടതിയിലുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി നഗരത്തിൽ തീപിടുത്തം. ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എന്താണ് സംഭവിച്ചത്? ശ്രീജ, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. നോർത്ത് ടൗൺ ഹാളിനടുത്തുള്ള യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന കടക്കാണ് തീപിടിച്ചത്. ഈ പുലർച്ചെ ഇവിടെ എത്തിയ പത്ര വിതരണക്കാരാണ് ആദ്യം ഈ സംഭവം അറിഞ്ഞത്. പിന്നീട് വിവരം അറിയിച്ചതിനെ തുടർന്ന് 5ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണക്കാൻ സാധിച്ചത്. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. കടയിലുള്ള ഫർണിച്ചറുകളെല്ലാം തന്നെ പൂർണ്ണമായി കത്തി നശിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. 5 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തേണ്ടി വന്നു ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ. കൂടാതെ തന്നെ ഇതിന് സമീപത്ത് പെട്രോൾ പമ്പുകൾ ഉണ്ടായിരുന്നത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ തീ പൂർണ്ണമായി തന്നെ അണച്ചിട്ടുണ്ട്. ശ്രീജ. ശരി കിരൺ. കൊച്ചി നഗരത്തിൽ വലിയൊരു തീപിടുത്തം. ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. എന്തായാലും തീ അണച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഈ ദുരന്തബാധിതർക്ക്, വയനാട് ദുരന്തബാധിതർക്ക് ലീഗ് വീട് നിർമ്മിച്ചു നൽകാനായി ലീഗ് കുറച്ച് സ്ഥലം വാങ്ങിയ കാര്യം. അതിപ്പോൾ ആകെ വിവാദത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് 3 മുതൽ 4 ഇരട്ടി വരെ വിലയ്ക്കാണ് എന്നുള്ളതാണ്. തൃക്കൈപ്പറ്റ വെള്ളിത്തോട് വാങ്ങി 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ ബാക്കി മുഴുവനും നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഭൂമി ഇടപാടിലെ കൊള്ളയും പുറത്തായിരിക്കുന്നത്. ലീഗ് ജില്ലാ ഘടകം അറിയാത്ത വിൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത നേതാവിന്റെ ബന്ധു എന്നാണ് ആരോപണം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 40ഓളം കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും ലീഗ് സമാഹരിച്ചത്. സ്ഥലത്തിനായി 12 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് നേതൃത്വം പറയുന്നു. വെള്ളിത്തോടിന് സമീപം 6 കോടി രൂപയ്ക്ക് നിർമ്മാണയോഗ്യമായ ഭൂമി ലഭിക്കുന്നത് വേണ്ടെന്ന് വെച്ചാണ് 12 കോടി മുടക്കിയതെന്നാണ് ലീഗിനുള്ളിലെ തന്നെ ആക്ഷേപം. തോട്ടഭൂമി ഇവിടെ സെന്റിന് 30,000 രൂപയ്ക്ക് മുതൽ ലഭിക്കുമെന്നാണ് ലീഗുകാരുടെ തന്നെ വാദം. കരഭൂമി 65,000 രൂപയ്ക്ക് നൽകാമെന്ന് ഉടമകൾ അറിയിച്ചെങ്കിലും മുതിർന്ന നേതാവിന്റെ ബന്ധുവും നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ തന്നെ കച്ചവടം മുടക്കിയെന്നാണ് മറ്റൊരു ആരോപണം. ഈ അഭിഭാഷകന്റെ അടക്കം 5 വ്യക്തികളിൽ നിന്നായാണ് ഭൂമി വാങ്ങിയത്. തോട്ടഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയതിന് ഉടമകളായിരുന്നവർക്ക് താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോട്ടഭൂമിയല്ലെന്നും രേഖകൾ കൈവശമുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. 16 മുതൽ ലാൻഡ് ബോർഡ് ഹിയറിംഗുമുണ്ട്. വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി പോലും ലീഗ് ഉറപ്പാക്കിയില്ലെന്ന ആശങ്കയിലാണ് ദുരന്തബാധിത കുടുംബങ്ങൾ. 105 കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളായിരുന്നു ഇതിലെ ഭൂരിഭാഗവും. വീട് വേണ്ടെന്നും പുനരധിവാസ മാർഗമുണ്ടെന്നും അറിയിച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റി ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞ കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. അമൃത ന്യൂസ്, വയനാട്. ഇപ്പോൾ കണ്ടതുപോലെ ഭൂമിയും തരം മാറ്റാനാകില്ല എന്ന് അറിഞ്ഞിട്ടും
കുഴിയിൽ ചാടിച്ചത് ലീഗ് നേതാവിൻ്റെ ഭാര്യാബന്ധുവാണ്. അത്തരത്തിലുള്ള ആരോപണമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വലിയൊരു പ്രശ്നമുണ്ടാകില്ലേ? ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ഭൂപരിഷ്കരണത്തിൽ ഇളവ് ലഭിച്ച തോട്ടഭൂമി ഉൾപ്പെടെയാണ് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പണം നൽകി വാങ്ങിയത്. ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ അധികം നൽകിയതായാണ് വിവരം. കുറഞ്ഞ വിലയുള്ള തോട്ടഭൂമി കൂടിയ വിലയ്ക്ക് വാങ്ങി നേതൃത്വത്തെ കുഴിയിൽ ചാടിച്ചത് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവിൻ്റെ ഭാര്യാബന്ധുവാണെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു. ലീഗിലെ വയനാട് ഘടകമറിയാതെ നടത്തിയ ഇടപാടാണെന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. തോട്ടഭൂമിയാണെങ്കിലും ദുരന്തബാധിതരുടെ പുനരധിവാസമായതിനാൽ സർക്കാരിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ലീഗ് നേതൃത്വത്തെ ഇടനിലക്കാരൻ വെട്ടിൽ വീഴ്ത്തിയതെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ 2 പ്രമുഖരായ നേതാക്കളുടെ ബന്ധുവായ ഇയാളുടെ തോട്ടഭൂമി കൂടി ചേർത്താണ് കച്ചവടം നടത്തിയത്. ഈ രഹസ്യ ഇടപാടിനെതിരെ ലീഗിലെ ഒരു വിഭാഗം കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. വയനാട് ജില്ലാ നേതൃത്വത്തെ അനുനയിപ്പിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. 11 ഏക്കർ ഭൂമി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ജന്മം ഭൂമിയാണ് വാങ്ങിച്ചതെന്നും തോട്ടഭൂമിയല്ലെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം. സംഭവത്തിൽ വൈത്തിരി ലാൻഡ് ബോർഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യ സംഘങ്ങൾ ഇന്ന് മടങ്ങിയെത്തുകയാണ്. ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികർക്കും എന്തായാലും യാത്രയെ പൊക്കെ നൽകിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:35 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും പേടകവും വേർതിരിക്കുന്ന അൺഡോക്കിംഗ് നടക്കുക. ഉച്ചയ്ക്ക് 2:30 ആക്സിയം 4 സംഘാംഗങ്ങൾ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ പ്രവേശിക്കും. ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം വേർപെടുത്തുന്നതോടെ അൺഡോക്കിംഗ് പൂർത്തിയാകും. തുടർന്ന് ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഗ്രേസ് പേടകം ഭൂമിയിലെത്തുക. കാലിഫോർണിയയ്ക്കടുത്ത് കടലിലാണ് ഇറങ്ങുകയെന്ന് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. എന്നാൽ ഇത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജൂൺ 26 ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ക്രൂവിലുള്ളത്. നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ നടത്തി. ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്ന ആക്സിയം 4 ദൗത്യസംഘത്തിന് വൻ യാത്രയയപ്പാണ് നൽകിയത്. Thank you to the Axiom 4 crew and Expedition 73, a station that concludes the event, and we are now resuming operational audio communications. 18 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആക്സിയം 4 സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മടങ്ങിയെത്തുന്ന യാത്രികരെ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിന് 7 ദിവസം മാറ്റിപ്പാർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. കുറേ നാളൊക്കെ ഇങ്ങനെ ശമ്പളം മുടങ്ങുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ വല്ലാതെ വലയ്ക്കും. പക്ഷേ ഒരു പതിറ്റാണ്ടൊക്കെ അതിനായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം കൂടിയാണല്ലേ. എന്തായാലും ആ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായുള്ള ആലുവ എടയാർ ബിനാനി സിംഗിലെ ജീവനക്കാരുടെ കാത്തിരിപ്പിന് ഒരു പതിറ്റാണ്ടിൻ്റെ ആയുസ്സുണ്ട്. 250ഓളം തൊഴിലാളികൾക്കാണ് കുടിശ്ശിക ലഭിക്കാനുള്ളത്. ഇതിൻ്റെ തൊഴിലാളികളിൽ 3 പേർ ഓർമ്മയായി. പൂട്ടിയ കമ്പനിയിലെ യന്ത്രങ്ങൾ വിറ്റ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന വാഗ്ദാനവും പാഴ്വാക്കായി. കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ തലയുയർത്തി നിന്നിരുന്ന സ്ഥാപനമാണ് ആലുവ എടയാറിലെ ബിനാനി സിംഗ്. ഒരു കാലത്ത് 1500-ലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. എടയാർ വ്യവസായ മേഖലയിൽ ഉൽപാദന മികവിലും ലാഭത്തിലും ഉയർന്ന ശമ്പളത്തിലും തലയുയർത്തി നിന്ന സ്ഥാപനമാണ് ബിനാനി സിംഗ്. 500 സ്ഥിരം ജീവനക്കാരും 1000-ലധികം കരാർ ജീവനക്കാരും ഇവിടെ ജോലി ചെയ്തിരുന്നു. 1966 സ്ഥാപിതമായ കമ്പനി നിരവധി അംഗീകാരങ്ങളും നേടിയിരുന്നു. സിംഗ് ആയിരുന്നു പ്രധാന ഉൽപ്പന്നം. 4 അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുള്ള നിലവാരമുള്ള ഒരു ഫേമായിരുന്നു ഇത്. 750 കോടി രൂപ ടേൺ ഓവർ ആയിരുന്നു ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നത്. 30,000 ടണ്ണ് സിങ്കും 55,000 ടൺ സൾഫറിക് ആസിഡും 8,000 ടണ്ണോളം കാഡ്മിയം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ സ്ഥാപനം പ്രൈവറ്റ് മേഖലയിലെ വൻകിട വ്യവസായശാലയായിരുന്നു. 2014 കമ്പനിയിൽ പ്രതിസന്ധി ആരംഭിക്കുന്നത്. അന്ന് തൊഴിലാളികളോട് 2 മാസം വീടുകളിൽ തുടരാൻ നിർദ്ദേശിക്കുകയും ആ സമയത്തെ ശമ്പളം കമ്പനി നൽകുകയും ചെയ്തു. 2015 വീണ്ടും കമ്പനി പൂട്ടി, പിന്നീട് തുറന്നില്ല. അതോടെയാണ് തൊഴിലാളികൾ വഴിയാധാരമായത്.
കമ്പനിയിലെ യന്ത്രങ്ങൾ വിറ്റ് കുടിശ്ശിക 12% പലിശയോടെ നൽകുമെന്നും കമ്പനി ഉടമകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള ട്രേഡ് യൂണിയനുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആനുകൂല്യങ്ങൾ മുടങ്ങി തൊഴിലാളികളുടെ ജീവിതം ദുരിതക്കയത്തിലായപ്പോൾ നേതാക്കളും കൈവിട്ട മട്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ തൊഴിലാളി യൂണിയൻ പ്രവർത്തിച്ചിരുന്നത്. ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ നേതാക്കളും വഞ്ചിച്ചതായാണ് തൊഴിലാളികളുടെ ആരോപണം. കിട്ടാനുള്ള കാശ് കിട്ടിയാൽ മതി, വേറെ ഒന്നും കിട്ടില്ല. നേതാക്കന്മാരുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവർക്ക് കിട്ടാനുള്ളതൊക്കെ. ഇങ്ങനെയുള്ള തൊഴിലാളികൾ പട്ടികിട്ട് കൊല്ലും. ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ് ഓരോ തൊഴിലാളിക്കും ലഭിക്കാനുള്ളത്. ജോലി നഷ്ടമായതോടെ പലരും കടക്കെണിയിലായി. ആനുകൂല്യങ്ങൾക്കായി നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് തൊഴിലാളികൾ. ഇതിനിടെ തൊഴിലാളികളിൽ 3 പേർ മരണമടഞ്ഞു. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ചങ്ങനാശ്ശേരി ശ്രീമാത അമൃതാനന്ദമയി മഠത്തിൽ അമൃതദീപ്തി സമാഗമം നടന്നു. നഗരസങ്കീർത്തനം, മഹാസർവൈശ്വര്യ പൂജ, പ്രഭാഷണം, അർച്ചന, ധ്യാനം, നവഗ്രഹ മഹാഹോമം, ഭജന, ആരതി, അന്നദാനം എന്നിവ സമാഗമത്തിന്റെ ഭാഗമായി നടന്നു. തുരുത്തി മഠം അധ്യക്ഷ സ്വാമി നിഷ്ഠാമൃത പ്രാണ അമൃതദീപ്തി സമാഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മനുഷ്യനെ നേർവഴിക്ക് നടത്താനും സമൂഹത്തിലെ താളലയം നിലനിർത്താനുമുള്ള പ്രായോഗികതയാണ് പ്രാർത്ഥനയെന്ന് സ്വാമിനി പറഞ്ഞു. നിരവധി ഭക്തർ സമാഗമത്തിൽ പങ്കാളിയായി. ശ്രീപ്രിയ ചെങ്ങന്നൂർ, സൂര്യ S. കുമാർ എന്നിവരുടെ സംഗീത സദസ്സും സമാഗമത്തിന്റെ ഭാഗമായി നടന്നു. ഗുരുപൂർണിമ ആഘോഷിച്ച തിരുവനന്തപുരം മാതാമൃതാനന്ദമയി മഠം. ഗുരുപാദുക പൂജ, മഹാഗണപതി ഹോമം, ലളിത സഹസ്രനാമ സ്തോത്രം എന്നിവയും ഉണ്ടായിരുന്നു. ശ്രീമദ് ഭഗവത്ഗീതാ പദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. കേരള സർവകലാശാല പ്രൊഫസറായി ഡോക്ടർ AM ഉണ്ണികൃഷ്ണനിൽ നിന്നും കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പുസ്തകം സ്വീകരിച്ചു. തുടർന്ന് സ്വാമി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വലിയൊരു നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം TCSന്റെ പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയായിരുന്നു. IT മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ TCSന്റെ പ്രവർത്തന ഫലം വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്നാണ് വിപണിയെ സമ്മർദ്ദത്തിലാക്കിയത്. അതിൻ്റെ ഒരു തുടർച്ച മറ്റ് ഓഹരികളിലും ഉണ്ടാവുകയായിരുന്നു. എന്നാൽ ആഗോള ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള വിപണിയിൽ നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നു. പ്രത്യേകിച്ചും US വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ വ്യാപാരം നടക്കുന്നു. മാത്രമല്ല, വിപണിയിലെ ആശങ്കയെ അല്ലെങ്കിൽ വിപണിയിലെ കയറ്റിറക്കങ്ങളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് കാര്യമായ ഉയർച്ചയില്ലാതെ താഴ്ന്ന നിലവാരത്തിൽ തന്നെ വ്യാപാരം നടക്കുന്നത് ആ ഒരു വിപണിയിലെ ഒരു വിൽപ്പനയുടെ ആശങ്ക കുറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഏതൊരു ഘടകവും പ്രത്യേകിച്ചും പ്രവർത്തന ഫലങ്ങളെ സംബന്ധിച്ച് ഏതൊരു ഘടകവും പ്രതികൂലമായിരിക്കുകയാണെങ്കിൽ ആ പ്രതികൂലമായ അവസ്ഥയുടെ ഒരു പ്രതിഫലനം കഴിഞ്ഞാൽ പിന്നീട് അതിനെ വിപണിയെ സ്വാധീനിക്കാനാവില്ല. അതുകൊണ്ട് നന്ദി ശ്രീ ദിലീപ്. ഇനിയൊരു മനോഹര കാഴ്ചയിലേക്കാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൈവ മതിലുണ്ട് കോഴിക്കോട് എലത്തൂരിൽ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന EC മൊയ്തീൻ കോയയാണ് വീടിന് ചുറ്റും ഇലച്ചെടികളുടെ വേലി നിർമ്മിച്ചിരിക്കുന്നത്. പച്ചപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കുഞ്ഞു സ്വർഗത്തിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കവാടവും അതിൽ നിറയെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മണി പ്ലാന്റ് ചെടികളും കാണാം. അതിന്റെ നടുവിലായി ഒരു വീടും. പച്ചപ്പും ശുദ്ധവായും വെളിച്ചവും ഈ വീടിന് നൽകുന്ന കുളിർമ ചെറുതല്ല. EC മൊയ്തീൻ കോയയും കുടുംബവുമാണ് തന്റെ 9 സെന്റ് പുരയിടത്തിനു ചുറ്റും ഇലച്ചെടികളുടെ വേലി നിർമ്മിച്ചിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുൻപ് നട്ട 4 ചെടികളാണ് ഈ കാണുന്ന മതിലിന്റെ അടിത്തറ. 30-35 വർഷം മുമ്പേ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ വേറെ ഒന്നുമില്ല, അത് അത്രത്തോളം ഒന്നും വരുമെന്നുള്ളത് കണക്കെടുത്ത് ചെയ്തതല്ല. പക്ഷേ 4 തണ്ട് മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയ മണിപ്ലാന്റിൻ്റെ, അതായത് മണിപ്ലാന്റ് ശരിക്കും ഇപ്പം മണിപ്ലാന്റിൻ്റെ കോട്ടാൻ തന്നെ പറയും. അത്രയും ജാസ്തി മണിപ്ലാന്റ് അത് 10-35 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരാനും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവയെ പരിപാലിച്ചു പോകുന്നത്. നിരവധി പേരാണ് ഫോട്ടോ എടുക്കാനായി ഇവിടേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ PSG തോൽപ്പിച്ചിരിക്കുകയാണ് ചെൽസി കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ നേടിയ 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബ്ബ് PSG ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസി തോൽപ്പിച്ചത്. ചെൽസിക്കായി കോൾ പാമർ ഇരട്ട ഗോൾ നേടി. ലോർഡ്സ് ടെസ്റ്റിൽ അതുപോലെ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 193 റൺസ് വിജയലക്ഷ്യം. 4ാം ദിനം അവസാനിക്കുമ്പോൾ 4-58 എന്ന നിലയിലാണ് ഇന്ത്യ. ഒരു ദിവസവും 6 വിക്കറ്റും ശേഷിക്കെ 135 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത്. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 192 റൺസിന് പുറത്തായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.